ഹേ ഗായ്സ്, വീട് എന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. സ്വന്തമായിട്ടൊരു വീട്. ഞങ്ങൾ കുറേ നാളുകളായിട്ട് വാടക താമസിക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ്. അങ്ങനെ ഒരു പൈസ സ്വരുക്കൂട്ടിയൊക്കെ നമ്മൾ വീട് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വീട് നോക്കാൻ വേണ്ടി വന്നതാണ്. സ്വരുക്കൂട്ടാൻ സെൻസ് ഓഫ് ബാങ്ക് ലോണൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ ഒന്നുമല്ലേ. അപ്പൊ നമ്മൾ കുറേ വീട് കണ്ടെങ്കിലും നമുക്ക് ഒരുപാട് വീട് കണ്ടെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് ടാലി ആവുന്നില്ല. കൂടുതലും നമ്മൾ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന എമൗണ്ടിന് നമുക്ക് വീട് കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ കണ്ട ഒരുപാട് വീടുകളിൽ 2-3 വീടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ആക്ച്വലി ഇത്തരം ഒരു അടിപൊളി വീട്ടിൽ താമസിക്കണമെന്ന് നമുക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹമാണ്. സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ മുമ്പുടേതെന്ന് പറയാനുള്ള ഒരു വീട്ടിൽ വെച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ഭാഗ്യമാണ്. ബിക്കോസ് നമുക്കത് ഇല്ലാത്തവർക്കാണ് ഇല്ലാത്തതിന്റെ വിഷമം അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്കത് ഭയങ്കരമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ വീട് കാണുമ്പോഴും ഭയങ്കര അതിശയത്തോടെയാണ് കണ്ടു നിൽക്കണത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ദൈവമേ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് കിടക്കാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ അത് ഭയങ്കര സമാധാനമാണ്. കാരണം നമ്മളെ വാടക നിൽക്കുന്നതുകൊണ്ട് ശരിക്കും മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന ഒരു ഫ്രീഡം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ പെരുമാറുന്ന പോലെ ഒന്നും നമുക്ക് വാടക വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായതുകൊണ്ട് ശരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ തന്നെ ഓണേഴ്സിനൊക്കെ അത് ഇഷ്ടപ്പെടാറില്ല. അവർ ഓരോന്ന് പറയാറുണ്ട്, സൗണ്ട് ഉണ്ടാക്കരുത്, അപ്പുറത്തും ഇപ്പുറത്തും വീട്ടുകാരൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് കമന്റ്സ്. ഒരു കൺവെൻഷണൽ ടൈപ്പ് ഫാമിലി, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾമോസ്റ്റ് എല്ലാ ഓണേഴ്സും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഞാനും ഓണേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലാകുമ്പോൾ ആരെയും ബോധിപ്പിക്കണ്ട, ആരോടും പറയണ്ട, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവാം. അങ്ങനത്തെ അത്രയും ഫ്രീഡം നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് വീട് കണ്ടെങ്കിലും നമ്മൾ നോക്കിയ വീടുകളൊന്നും തന്നെ വാങ്ങാൻ പറ്റിയില്ല. കൂടുതലും നമ്മൾ നോക്കിയത് വരാപ്പുഴ ഭാഗത്തായതുകൊണ്ട് അവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. ഇനി ഭാവിയിൽ പ്രളയം വരൂല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ ഒരു മഴ പെയ്താൽ കൂടി അവിടെ കായൽ പൊങ്ങി വെള്ളം കയറും. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ ആ ഏരിയ ഒഴിവാക്കാന്ന്. അങ്ങനെ നമ്മൾ വരാപ്പുഴ ഏരിയയിൽ വാങ്ങിച്ചില്ല. അവിടെ നിന്നും മാറി ചിറ്റൂർ ഏരിയയിലോട്ട് നോക്കി. പക്ഷെ അവിടെ പ്ലോട്ടിന് തന്നെ ഒടുക്കത്തെ പൈസ ആയതുകൊണ്ട് നമുക്ക് അവിടെ വാങ്ങാൻ പറ്റില്ല. കാരണം ഹൈലി എക്സ്പെൻസീവ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് പ്ലോട്ടിനൊക്കെ ഭയങ്കര വില. 1 സെന്റിന് 7 ലക്ഷം ആൻഡ് എബവ് ആണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അതൊന്നും പറ്റിയില്ല. ഇപ്പൊ നമ്മൾ നോക്കുന്ന വീടൊക്കെ ആണെങ്കിലും 3 സെന്റ് 4 സെന്റേ ഉള്ളൂ. ഈ കാണുന്ന വീടിന്റെ വലിപ്പമൊക്കെ ഉണ്ടാ വിചാരിക്കും ഭയങ്കര വലിപ്പമാണെന്ന്. അത്രയൊന്നും ഇല്ല. 3 സെന്റിലും 4 സെന്റിലൊക്കെയാണ് ഓരോ പ്ലോട്ടിലും വീട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു 5 സെന്റ് പ്ലോട്ടിൽ വീട് മേടിക്കാവുന്ന കൺസെപ്റ്റിലാണ് നമ്മൾ പോയത് മാക്സിമം. കാരണം നമുക്ക് എമൗണ്ടും കുറച്ച് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഈ ഹൗസിംഗ് ലോൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ലൈഫ് ലോങ് നമ്മൾ ലോൺ അടച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ വിചാരിച്ചു എന്നാൽ ലോൺ കുറച്ച് എമൗണ്ട് എടുത്ത് വീട് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് മാത്രം നമുക്ക് മതി, ഭയങ്കര ആർഭാടം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ വിചാരിച്ചു എന്നാൽ ചെറിയ ലോൺ എടുത്തിട്ട് നമുക്ക് വീട് എടുത്താൽ പോരെയെന്ന്. അതുകൊണ്ടാണ് ചെറിയ വീടൊക്കെ നോക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും വീടിനൊക്കെ എങ്ങനെ പോലും ചുരുങ്ങിയത് 50 ലക്ഷത്തിന് മേലെ ആകും നമുക്ക് മനസ്സിലായി. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഓൺ ഡിസൈനിൽ ഒരു വീട് പണിതാ പോരെയെന്ന്. അപ്പോ പ്ലോട്ട് അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ രണ്ടും കൂടി കിട്ടുന്ന രീതിയിൽ എവിടെ കുറച്ച് ദൂരെ, എറണാകുളത്ത് നിന്ന് കുറച്ച് ദൂരെ മാറിയാലും കുഴപ്പമില്ല. നമുക്ക് വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും ആക്സസ് ഉണ്ടല്ലോ. ഇപ്പൊ മെട്രോ ഉണ്ട്, അതുപോലെ ബസ് ഉണ്ട്. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് മാറി. ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് അരയങ്കാവിലാണ്. അപ്പൊ നമ്മൾ അരയങ്കാവിൽ ഒരു പ്ലോട്ട് മേടിച്ചിട്ടാണ് വീട് വെച്ചത്. ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ കാര്യം നമ്മൾ വീട് നോക്കിയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുത്തത് ഒരു 3 years ബാക്ക് ആണ്. ഇപ്പോ 50 ലക്ഷം പറഞ്ഞ എമൗണ്ട് അതിലൊന്നും ഈ വീട് കിട്ടില്ല. അന്ന് 50 ലക്ഷം പറഞ്ഞ ഈ വീടിന് ഇപ്പൊ 70-75 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. കാരണം സ്ഥലത്തിന്റെ വിലയും അതുപോലെ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഒരു വീടിന് 75 ലക്ഷത്തിനടുത്ത് വരും ഞാൻ വിചാരിക്കണം. വീട് മാത്രമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 50 ലക്ഷത്തിനോ 55 ലക്ഷത്തിനോ നമുക്ക് പണി തീർക്കാൻ പറ്റുമായിരിക്കാം. മേ ബി എനിക്കറിയില്ല, സിവിൽ എഞ്ചിനീയേഴ്സിന് കൂടുതൽ അറിയാൻ കഴിയും. പക്ഷെ സ്ഥലവും കൂടി ചേർത്താവുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു എമൗണ്ട് നമുക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വീട് കിട്ടാൻ സിംഗിൾ സ്റ്റോറേഡ് ആണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ കൂടുതലും ആൾക്കാർ വിൽക്കാൻ വേണ്ടി വെക്കുന്ന വീടെല്ലാം തന്നെ ഡബിൾ സ്റ്റോറേഡ് വീടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 70-75 ലക്ഷം രൂപയെങ്കിലും ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും വീട് വെച്ച ആൾക്കാരും ഒക്കെ ഒന്ന് എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പൊ ഇനി പുതിയതായിട്ട് വീട് വെക്കാൻ പോണ ആളുകൾക്കും എന്റെ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.